സ്കൂൾ കലോത്സവത്തിൽ ഗോത്രകലയായ പാളിയനൃത്തം അവതരിപ്പിച്ച് എ ഗ്രേഡ് നേടിയ കൊമ്പുകുത്തി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലെ കുട്ടികൾക്കുള്ള അനുമോദന യോഗം സ്കൂൾ ഹാളിൽ നടന്നു. 12 കുട്ടികളാണ് നൃത്തത്തിൽ പങ്കെടുത്തത്. അനുമോദന ചടങ്ങിൽ പ്രഥമ അധ്യാപിക മഞ്ജു കെ ബി സ്വാഗതം അർപ്പിച്ചു. PTA പ്രസിഡന്റ് ഷെഫീഖ് എ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ലതാ സുശീലൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങളും ഒക്കെ കൂടുതൽ അതിപ്രസരമുള്ളതുകൊണ്ട് എല്ലാവരിലേക്കും നമ്മുടെ ഈ വാർത്ത എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഞാനിപ്പോൾ പഞ്ചായത്തിലെ ഈ വിഷയം നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അംഗങ്ങൾ, നമ്മുടെ രക്ഷകർത്താക്കൾ എല്ലാവരും പങ്കെടുത്തു എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഓരോ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ ഒരു സ്കൂളിന്റെ ഉദ്ഘാടനമാണെങ്കിലും നമ്മളെപ്പോൾ വന്നാലും ഇവിടെ രക്ഷകർത്താക്കളും നമ്മളെപ്പോഴും കാണുന്ന മുഖങ്ങളും ഇവിടെയുണ്ട്. അവരുടെയും ഈ നാട്ടുകാരുടെയും ഒരു വിജയമാണ് ഈ 72 വർഷത്തിന് ശേഷം നമ്മുടെ ഈ സ്കൂളിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിന് ഓരോ രക്ഷകർത്താക്കളെയും ഞാൻ എൻ്റെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനിയും നാളുകളിൽ ഈ കല തുടർന്നു പോകാനായിട്ട് കൂടെ നിങ്ങൾ ശ്രമിക്കണം. ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് മാറിപ്പോയെങ്കിലും നമുക്ക് ഈ കല തുടർന്ന് നമുക്ക് എല്ലാ വേദികളിലും അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഗവൺമെന്റ് ഹൈസ്കൂൾ പനക്കച്ചിറ HM മിനി VP, ഉരുകൂട്ടം പ്രസിഡന്റ് വി വിശ്വനാഥൻ, രാജഗോപാൽ, ചെന്നാപ്പാറ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സുരാജ് VM, PK സുധീർ, ADM AMS പ്രസിഡന്റ് സാബു KG, SNDP ശാഖ നമ്പർ 1191 സെക്രട്ടറി റെജി VJ, ഹാരിസ്, PT എക്സിക്യൂട്ടീവ് ശരത് ഒറ്റപ്ലാക്കൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീജിത്ത് CS കൃതജ്ഞത പറഞ്ഞു. ചരിത്രം പിറന്ന വഴിയിലൂടെ എന്ന വിഷയത്തിൽ അധ്യാപകൻ ജെൽബിൻ മാത്യു ക്ലാസ് നയിച്ചു. തിരുത്തപ്പെട്ടു എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു നിമിഷം എങ്ങനെ ഉണ്ടായി. കാരണം ഒരുപാട് കുടുംബങ്ങൾ ആഹ്ലാദത്തിലായി. ഞങ്ങളും ഈ സ്കൂളിന്റെ ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറി. വിദ്യാർത്ഥികൾ ചരിത്രത്തെ തിരുത്തി. നിങ്ങൾ ഈ വിദ്യാലയത്തിൽ നിങ്ങളെ അടയാളപ്പെടുത്തി. നിസ്സാരമായ ഒരു പ്രവൃത്തി ചെയ്തല്ല നിങ്ങൾ പോകുന്നത്. കാരണം ഞാൻ അങ്ങനെ ഒരു അധ്യാപകനാണ് എങ്കിലും അങ്ങനെ പറയരുത്, പക്ഷെ പറയുകയാണ്. നമ്മുടെ കുട്ടികൾ ഈ 7-ാം തീയതി സ്റ്റേജിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ 9ാമതായിട്ടാണ് നമ്മുടെ കുട്ടികൾ കയറിയത്. ഇറങ്ങിയപ്പോൾ മലപ്പുറവും കാസർഗോഡും കണ്ണൂരും തൃശ്ശൂരും നമ്മുടെ മുമ്പിൽ ചിണുങ്ങിയില്ല എന്ന വാക്ക് തന്നെയാണ് പറയേണ്ടത്. കാരണം ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തന്നെ കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത ദിവസം ഞാൻ നമ്മുടെ വാട്സപ്പിന്റെ ഗ്രൂപ്പിലിട്ടത്, കൊമ്പൂത്തിക്കാണ് കപ്പ് കിട്ടിയത്. സ്വർണ്ണക്കപ്പ് തൃശ്ശൂരോ മറ്റൊരു ജില്ലയുമല്ല കൊണ്ടുപോയത്. ഈ കുഞ്ഞു കൊമ്പുകുത്തിയാണ് സ്വർണ്ണക്കപ്പും വാങ്ങി ഇവിടെ എത്തിയത്. കാരണം നമ്മുടെ കുട്ടികൾ സ്റ്റേജിൽ പെർഫോം ചെയ്ത് ഇറങ്ങിയപ്പോൾ ഓഡിയൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറഞ്ഞു, പഴയ ഒരു ഓർമ്മ വെച്ച് അവർ പറഞ്ഞു, ഫസ്റ്റ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കുമെന്ന്. വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് എന്ന്. അതുവരെ കളിച്ചോണ്ടിരുന്ന കുട്ടികളുടെ അടുത്തേക്ക് ഓടി വരാതിരുന്ന, റിസൾട്ട് പോലും അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് ഓടിക്കൂടി. അത് മാത്രമല്ല, നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഒരു സ്റ്റാറ്റസിന്റെ, ഒരു മൊബൈൽ ഫോണിന്റെ സ്റ്റാറ്റസിന്റെ മുമ്പിൽ പോലും വരാത്ത നമ്മുടെ കുട്ടികൾ, മറ്റാരുടെയും DPയിൽ വരാത്ത നമ്മുടെ കുട്ടികളുടെ ഒപ്പം നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു. ഒരുപാട് ആളുകൾക്ക് നമ്മുടെ കുട്ടികൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് കണ്ടു. ഞങ്ങളും നമ്മുടെ കുട്ടികൾ പ്രസംഗിക്കുന്നതിനൊപ്പം ഞങ്ങളും അതിന്റെ ഭാഗമായി. ഒരു പത്രം, ഒരുപാട് വർഷങ്ങൾ ഞാനൊക്കെ PhD ചെയ്യുന്ന പത്രമാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് PhD ചെയ്യുന്ന, അതിൽ വരുന്ന വിഷയങ്ങളുമായിട്ട് PhD ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ആ പത്രം, ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നമ്മുടെ കുട്ടികളുടെ വലിയ ഫോട്ടോ, അത് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ അതിനെ കാണുന്നത്. തുടർന്ന് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മൊമെന്റോ വിതരണം ചെയ്തു.